ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ ബംഗാൾ വിഭജനം 1905 പഠിച്ചു. ഇന്ന് നമുക്ക് സ്വദേശി പ്രസ്ഥാനം 1905 പഠിക്കാം. ഓക്കെ, 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1905. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1905. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടന്ന വർഷം 1905 ഓഗസ്റ്റ് 7. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടന്ന വർഷം 1905 ഓഗസ്റ്റ് 7. സ്വദേശി സമരത്തിൻ്റെ ലക്ഷ്യം: ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുക. സ്വദേശി സമരത്തിൻ്റെ ലക്ഷ്യം: ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുക. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് വന്ദേ മാതരം മൂവ്മെൻറ്റ്. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് വന്ദേ മാതരം മൂവ്മെൻറ്റ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയം സ്വാശ്രയം എന്നാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയം സ്വാശ്രയം എന്നാണ്. സ്വാശ്രയം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക. സ്വാശ്രയം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങളായിരുന്നു വന്ദേ മാതരം, അമൃത് ബസാർ പത്രിക, ദി സ്റ്റേറ്റ്സ്മാൻ, യുഗാന്തർ. വന്ദേ മാതരം, അമൃത് ബസാർ പത്രിക, ദി സ്റ്റേറ്റ്സ്മാൻ, യുഗാന്തർ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ബംഗാളിലെ പ്രമുഖ നേതാക്കളായിരുന്നു അരബിന്ദോ ഘോഷ്, PC റേ, രവീന്ദ്രനാഥ ടാഗോർ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ബംഗാളിലെ പ്രമുഖ നേതാക്കളായിരുന്നു അരബിന്ദോ ഘോഷ്, PC റേ, രവീന്ദ്രനാഥ ടാഗോർ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച 2 സംഘടനകളായിരുന്നു സ്വദേശി സംഘം, വന്ദേ മാതരം സമ്പ്രദായം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച 2 സംഘടനകളായിരുന്നു സ്വദേശി സംഘം, വന്ദേ മാതരം സമ്പ്രദായം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ആരംഭിച്ച പരമ്പരാഗത നൃത്ത നാടകരൂപമാണ് ജാത്ര. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി കൃഷ്ണകുമാർ മിത്ര, 1905. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി കൃഷ്ണകുമാർ മിത്ര, 1905. കൃഷ്ണകുമാർ മിത്ര തൻ്റെ ആശയം പ്രചരിപ്പിച്ച പ്രസിദ്ധീകരണം സഞ്ജീവനി. കൃഷ്ണകുമാർ മിത്ര തൻ്റെ ആശയം പ്രചരിപ്പിച്ച പ്രസിദ്ധീകരണം സഞ്ജീവനി. സ്ഥാപകൻ ആരായിരുന്നു നമ്മൾ പഠിച്ചു? കൃഷ്ണകുമാർ മിത്ര. സ്ഥാപകൻ കൃഷ്ണകുമാർ മിത്ര. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ. സ്വദേശി സ്റ്റോർ ആരംഭിച്ച വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ. സ്വദേശി സ്റ്റോർ ആരംഭിച്ച വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ. ജംഷഡ്ജി ടാറ്റയുടെ സ്റ്റീൽ ഫാക്ടറി സ്വദേശി സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണ്. ജംഷഡ്ജി ടാറ്റയുടെ സ്റ്റീൽ ഫാക്ടറി സ്വദേശി സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണ്. ഇന്ത്യൻ ചിത്രകലാ രംഗത്തെ സ്വദേശിവൽക്കരിക്കുന്നതിനായി അബനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ്. ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശിവൽക്കരിക്കുന്നതിനായി അബനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ്. സ്വദേശി സമരകാലത്ത് ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. സ്വദേശി സമരകാലത്ത് ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. സ്വദേശി ബാന്ധവ് സമിതി. സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് അശ്വിനികുമാർ ദത്ത് സ്ഥാപിച്ച സമിതിയാണ് സ്വദേശി ബാന്ധവ് സമിതി. സമിതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ: സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക. സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക. സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക.